ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതുപോരാ നാളിതുപോരാ ഇത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറിനാട് ലെപ്രസി സാനിറ്റോറിയം. 1934 രാജഭരണകാലത്ത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് സാനിറ്റോറിയം സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിൽ ഏകദേശം 2000-ഓളം അന്തേവാസികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുഷ്ഠരോഗികളുടെ ദുരിത ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയ അശ്വമേധം എന്ന നാടകം തോപ്പിൽ ഭാസി എഴുതിയത് ഈ ലെപ്രസി സെന്ററിന്റെ മണ്ണും മണവും അറിഞ്ഞായിരുന്നു. പുതിയതായി പണികഴിപ്പിച്ച ഈ ആശുപത്രി കെട്ടിടത്തിന്റെ ഇടനാഴികൾക്കപ്പുറം പ്രതീക്ഷയുടെ ലോകം കാത്ത് കുറെ നിരാലംബരായ മനുഷ്യർ. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചിന്റെ CDH പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുഷ്ഠരോഗ നിവാരണ ദിനത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോഴത്തെ ഇവിടുത്തെ രോഗികളുടെ അവസ്ഥയെക്കുറിച്ച് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജിതേഷ്, CDH കൺവീനർ ഡോക്ടർ വീണ എൻ പൂറ്റിയുമായി സംസാരിച്ചു. പേഷ്യൻസിൻ്റെ ഒരു അവസ്ഥയും അവരുടെ ആവശ്യങ്ങളും ഒക്കെ എന്താണെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ ലെപ്രസി സാനിറ്റോറിയം നൂറിനാടെന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1934-35 കാലഘട്ടത്തിലാണ് ഇത് സ്ഥാപിതമായത്. നിലവിൽ നമുക്ക് 2025 നിൽക്കുമ്പോൾ ഏകദേശം നവതിയോട് അടുപ്പിച്ച് 90 വയസ്സോളം ആയി ഈ സ്ഥാപനം സ്ഥാപിതമായിട്ട്. ആ സമയത്ത് നമുക്കിവിടെ ആകെ ഒരു 75ഓളം രോഗികൾ മാത്രമാണ് ഇപ്പം ഇൻമേറ്റ്സ് ആയിട്ട് നമുക്കിവിടെ ഉള്ളത്. അവരെ പരമാവധി ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിലേക്ക് വേദനയില്ലാതെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് വേണ്ടത്. പബ്ലിക് ഡേ ദിനത്തിൽ ഇവിടെ ITPP വന്നപ്പോഴാണ് ഇവിടെയും കൂടെ ഒന്ന് സന്ദർശിക്കണം, ലെപ്രസി ഡേയുടെ അന്നും ഇവിടെ വരണം. പക്ഷെ ഇത്രയും അംഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എപ്പോഴും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഡോക്ടർ ശ്രുതിയുണ്ട്. ഡോക്ടർ ഉള്ളിടത്തോളം ഞങ്ങൾ ഇവിടെ വന്ന് വലിയ പല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല ഡോക്ടർ ഉള്ളിടത്തോളം. രോഗമുക്തി നേടിയിട്ടും വീട്ടുകാരാലും നാട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട അന്തേവാസികളായ അച്ഛനമ്മമാർ അവരുടെ സങ്കടങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല എന്ന് തർക്കിച്ച് സമയം കളയുന്നതിനപ്പുറം നാളെ ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെപ്പറ്റിയാവട്ടെ ചർച്ചകൾ. തെല്ലുനൊമ്പരത്തോടെ ഞങ്ങൾ ഇവിടം വിട്ടിറങ്ങുമ്പോൾ കാതിൽ മുഴങ്ങി നിന്നത് ഇവിടുത്തെ അന്തേവാസിയായ മല്ലികാമ്മ പാടിയ പാട്ടിലെ വരികളാണ്. ഇത്രയധികം കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആത്മവിശ്വാസത്തോടെ അവർ പ്രാർത്ഥിക്കുന്നത് കേട്ടില്ലേ? ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതുപോരാ നാളിതുപോരാ ആയുസ്സും ഇതുപോരാ